തിരൂർ സതീഷ്, ഇപ്പോൾ താങ്കളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണല്ലോ ഇതിൽ അന്വേഷണം ഒന്നുകൂടി കടുപ്പിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇനിയിപ്പോൾ ED കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നടപടികൾ ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞു പോയതുപോലെ ഇനി കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. താങ്കളെ സംബന്ധിച്ച് ഇനി എന്താണ് മുന്നിലുള്ളത്? അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കേണ്ട നടപടിയാണോ ED ചെയ്യേണ്ടത്? നമുക്കറിയില്ലേ, രാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? രാജ്യത്തിലെ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തെ കള്ളപ്പണക്കാരെ തുറങ്കലിലടയ്ക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയാണ് BJP. ആ BJPയുടെ ജില്ലാ കാര്യാലയത്തിലാണ് കള്ളപ്പണം സൂക്ഷിച്ചത്. ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമല്ലേ? എന്നിട്ട് എന്താണ് അത്? ഞാൻ കണ്ടിട്ട് ആ കാര്യം വിളിച്ചു പറഞ്ഞിട്ട് ഇത്രയും വലിയ കേന്ദ്ര ഏജൻസിക്ക് ഈ നടപടി എടുക്കാനായിട്ടുള്ള വൈഷമ്യം എന്താണ്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? 4 വർഷം നിങ്ങൾ മൗനത്തിലിരുന്നു എന്നുള്ളതാണ് BJP പ്രതിനിധി പറയുന്നത്. അവർക്കുള്ള മറുപടി എന്താണ്? അല്ല BJP പ്രതിനിധികൾ ഈ കാര്യം പറയണം. BJPയുടെ ആർജവുള്ള നേതാക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനൊരു കാര്യം ഓഫീസിൽ സെക്രട്ടറി ആയിരുന്ന സതീഷ് പറഞ്ഞു. ഈ സതീഷിനോട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അല്ലാതെ ഈ പണം കൊണ്ടുപോയി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ആളുകളോടാണോ ഇവർ വിവരങ്ങൾ ചോദിക്കേണ്ടത്? അല്ലല്ലോ. ഞാൻ അവിടുന്ന് ഈ 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ പറയണേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, 2021 നടന്ന ഈ സംഭവം അതിനുശേഷം പോലീസ് എൻ്റെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ ഞാൻ അവിടെ ഓഫീസിൻ്റെ ചുമതലയിലുണ്ടായ കാരണം കൊണ്ട് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പറയണ അനുസരിച്ചിട്ട് ഞാനല്ല അവിടുത്തെ എല്ലാ ഭാരവാഹികൾക്കും പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതമാർഗം എനിക്ക് അവിടെ നിന്നിട്ടുള്ള വരുമാനം കൊണ്ട് പറ്റാത്തപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ടാണ് ഇവർ വീണ്ടും എന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവർ കള്ളപ്പണം നടത്തിയ ആളുകളെ ഞാനെന്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മിണ്ടാണ്ടിരിക്കണേ? ഞാനല്ലേ അവിടെ ഈ കൊടകര കുഴൽപ്പണ കേസിൽ സാക്ഷിയാണല്ലോ, ഞാൻ ഒരാളാണല്ലോ. ഇത് കോടതിയിൽ വിചാരണയ്ക്ക് വിളിക്കില്ലേ? പോലീസ് കുറ്റപത്രം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കോടതിയിൽ, ഇല്ലേ? അപ്പം ഞാൻ പറയുന്നത് ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റ ആളുകൾ ഇങ്ങനൊരു സംഭവം ഇവിടെ ഇത്രയും വലിയ പണം ഇവിടെ വന്നിട്ട് ഈ ധർമ്മരാജ ബിസിനസ് ആവശ്യത്തിനാണ് പണം കൊണ്ടുപോയെന്ന് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞു. ശരി, എന്തിനാണ് ഈ ബിസിനസ് ആവശ്യത്തിന് പണം കൊണ്ടുവന്ന ധർമ്മരാജൻ പാർട്ടിയുടെ ജില്ലാ ഓഫീസിൽ വരാനും 6 ചാക്കിൽ പണക്കെട്ടുകൾ ഇവിടെ സൂക്ഷിക്കാനും എന്തിനാണ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ലോഡ്ജ് എടുത്ത് കൊടുത്ത് റൂം എടുത്ത് താമസിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യങ്ങളൊന്നും EDയുടെ കുറ്റപത്രത്തിലില്ല. തിരൂർ സതീഷ്, ഇപ്പോൾ ആലപ്പുഴയിലെ തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി ഡ്രൈവർ ഷംജീറിന്റെ കൈവശം കൊടുത്തുവിട്ട 3.56 കോടി രൂപ കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടു. ഇതാണ് EDയുടെ കുറ്റപത്രം. ധർമ്മരാജൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഈ പറഞ്ഞതുപോലെ ആദ്യം പോലീസിന് കൊടുത്തിയ മൊഴി ധർമ്മരാജൻ കൊടുത്ത മൊഴി എന്താണെന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇവിടെ കൊണ്ടുവന്നത് മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ധർമ്മരാജൻ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ആർക്ക് കൊടുത്തു എന്നുള്ളതും ഏത് സമയത്ത് കൊടുത്തു ഏത് ഡേറ്റിൽ കൊടുത്തു എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കോടിക്കണക്കിന് രൂപ എവിടെ? പോലീസ് കൊടുത്ത കുറ്റപത്രം ഇതാന്ന് ഈ BJPയുടെ പ്രതിനിധി പറയുന്നതല്ലേ. നമുക്കത് കോടതിയുടെ കൊടുത്തേക്കണത് കുറ്റപത്രം എന്താണ് കൊടുത്തേക്കണെന്ന് നമുക്ക് വായിച്ചാലല്ലേ അറിയുള്ളൂ. തിരൂർ സതീഷ്, ഇപ്പോൾ BJP നേതാക്കളുടെ പേരില്ല, BJPക്ക് വന്ന പൈസ എന്നില്ല. ഇത് ഹൈവേ കവർച്ചയാണ് ED അന്വേഷിച്ചിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടാണ്, അതിന്റെ കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവിടെ മടക്കുകയാണ്. അതിലേതൊക്കെയാണ് ഈ കൊള്ള സംഘത്തിലെ കുറെ ആളുകളുടെ പേരും അവർ കവർച്ച ചെയ്തതിന്റെ കണക്കുമൊക്കെയാണ് അതിലുള്ളത്. അതിൽ BJP നേതാക്കളുടെ പേരില്ല, താങ്കൾ ഉന്നയിക്കുന്ന പേരുകളില്ല. അല്ല, അതെന്താ പേരുകൾ ED ഉണ്ടോ അന്വേഷിക്കേണ്ട ചുമതല EDക്ക് ഉണ്ടല്ലോ. ഇതിപ്പോ ഇതിൽ സാക്ഷിയായ എന്നെ പോലും ED കണ്ടിട്ടില്ല. ഞാൻ കോടതിയിൽ ഓൾറെഡി ഞാനിപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. ഞാൻ നിയമ നടപടികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവരന്വേഷിച്ചിട്ട് ഞാൻ എന്തായാലും ഇവർ ഈ കള്ളപ്പണം കൊണ്ടുവന്ന് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുക വേണം. അതിൽ മാറ്റമൊന്നുമില്ല. അതിന് നിയമം ഏത് വരയ്ക്ക് പോകാൻ പറ്റും അത്രയും ഞാൻ പോവും. ശരി, മനസ്സിലായി? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്.
ഈ കള്ളപ്പണം ഉപയോഗിച്ച് ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. പൊതുസമൂഹവും സാധാരണ പാർട്ടി പ്രവർത്തകരും ഇതറിയട്ടെ, നേതാക്കന്മാരുടെ ഗുണം അറിയട്ടെ. ബിജെപിയുടെ ഭാഗമായിരുന്ന ആളാണല്ലോ തിരൂർ സതീശ്. ഇതിപ്പോൾ പറയുന്ന ഒരു ആക്ഷേപം ഇതാണ്, ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരും എന്നാണ് കെ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ വരികയാണ്. പകരം അനുനയിപ്പിക്കാനായി ഈ കേസ് അങ്ങ് എഴുതി തള്ളുന്നു. ഇതിൽ പൂർണ്ണമായും അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുന്നു, ക്ലീൻ ചിറ്റ് നൽകുന്നു. ഇത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനുള്ള ഒരു നടപടിയായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കുമോ? അത് BJPയുടെ സംഘടനാ സംവിധാനം അല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. ഇത് നിയമപരമായി പോകുമ്പോൾ അതിന് കോടതിയും അതിൻ്റെ കാര്യങ്ങളും ആ വഴിക്കാണല്ലോ പോവുക. അതിൽ സംഘടന ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. BJPയുടെ പ്രവർത്തനം, ഞാൻ ഇപ്പോഴും BJPയുടെ ഒരു ആദർശത്തിൽ ഉയർത്തി വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പാർട്ടിയുടെ ഈ വക പുഴുക്കുത്തുകൾ, അതായത് പാർട്ടി ചുമതലകൾ കയ്യിലാങ്ങിയിട്ട് അതിന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. സംഘടനാ പ്രവർത്തനമല്ല നടത്തുന്നത്, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഒരു ദേശീയ നേതാവ് വരുമ്പോഴോ ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ്, മൊത്തത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഇവർക്ക് ഫണ്ടാണ് മുഖ്യം. ഈ ഫണ്ട് ഉപയോഗിച്ച് പല കാര്യങ്ങളും ഇവർ നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനാണ് പാർട്ടി ചുമതല. അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ താഴെ തട്ടിലുള്ള ജനങ്ങളെ എത്തിക്കാനൊന്നല്ല ഇവർ ശ്രദ്ധിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ BJPയുടെ ചുമതല? BJPയുടെ ചുമതല അങ്ങനെയല്ലല്ലോ കൊണ്ടുവിടെ. എത്ര ബലിദാനികളുണ്ട്, എത്ര പേര് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഇവരൊന്നും തിരിഞ്ഞു നോക്കാൻ ഇവർക്ക് നേരമില്ല. BJPയുടെ ജില്ലയുടെ നേതാക്കന്മാർ, എനിക്കിവിടെ ഈ ജില്ലയുടെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലറിയാം. ഇവർക്ക് ആ നേരം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് ഇവർ നടത്തുക. ഒന്ന് നമ്മുടെ സഹോദരന്മാരാണ്, അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഒക്കെയുണ്ട്. അവരുള്ള പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരെ പോയി ഒന്ന് കണ്ടു, ഒന്ന് ആശ്വസിപ്പിച്ചു. ഇതല്ല ചെയ്യേണ്ടത്. ഇവിടെ ഈ പണം വരുന്നത് നോക്കുക, മറ്റുള്ള ഇടപാടുകൾക്ക്, ബിസിനസ്സുകൾക്ക് കൂട്ടുകച്ചവടം, പങ്ക് കച്ചവടം നടത്തുക. ഇതല്ല BJPയുടെ പൊളിറ്റിക്സ്, ഇതല്ല BJPയുടെ രാഷ്ട്രീയം. താഴെ തട്ടുള്ള നിരവധി പ്രവർത്തകർ ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് എന്നോട് ചോദിക്കുന്നത്, ഉണ്ടായ കാര്യങ്ങൾ. കാരണം ഒരു തവണയെങ്കിലും BJPയുടെ ഓഫീസിൽ വന്ന ഒരാൾക്ക് എന്നെ കുറിച്ചിട്ടറിയാം. അവരെന്നോട് ചോദിക്കുകയാണ്, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് ഞങ്ങൾക്കറിയാം, കാരണം അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ചേട്ടനാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് അവരെന്നോട് പറയുന്നത്. പിന്നെ ഒരു സത്യമായ കാര്യം പോലും വിളിച്ചു പറയാനായിട്ട് മടി കാണിക്കുന്ന ഈ സമയത്ത് ഈ കാര്യങ്ങൾ, പിന്നെ നുണയായിട്ടുള്ളൊരു കാര്യം വിളിച്ചു പറയാനായിട്ടൊരു ആർജവം കാണിക്കൂ ഒരാൾ. അത് നിങ്ങൾ ചിന്തിക്കൂ, പൊതുസമൂഹം ചിന്തിക്കൂ. അത് ഇവർ ഈ ഇടി ചെയ്തത് ശുദ്ധ തെണ്ടിത്തരല്ലേ? നിങ്ങൾക്ക് പൊതുസമൂഹത്തിനും നിങ്ങൾക്കിത് കേൾക്കുന്ന ആളുകൾക്കും പ്രവർത്തകർക്കും മനസ്സിലാവില്ലേ? ഒരു അന്വേഷിക്കണ്ടേ? ഇവർക്കൊരു ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ എന്നോടൊന്ന് വന്ന് അന്വേഷിക്കാമല്ലോ ഇടുക്കി, അല്ലെങ്കിൽ ഒന്ന് മൊഴിയെടുക്കാമല്ലോ. ഇവരാരുടെയൊക്കെ മൊഴിയെടുത്തു ആർക്കറിയാം? ഇവർക്കെല്ലാം അറിയുള്ളൂ. ആരുടെയൊക്കെ മൊഴിയെടുത്തു, എങ്ങനെയൊക്കെ അവിടെ എഴുതി കൊടുത്തു എന്ന് അവർക്കെല്ലാം അറിയുള്ളൂ. ഇത് ഒരു സുതാര്യമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കൂടുതൽ പാർട്ടിയുടെ ഇതുപോലുള്ള നേതാക്കന്മാരെ കൂടുതൽ കള്ളത്തരം കാണിക്കാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. അത് ശരിയല്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എൻ്റെ മനസ്സിൽ കടന്ന് വിങ്ങുണ്ടായിരുന്ന കാര്യമാണ് ഞാൻ പുറത്ത് പറഞ്ഞത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്തോളം എനിക്കിത് പുറത്ത് പറയാനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ പറയാനായിട്ടുള്ള കാരണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.